Hey dears, welcome to Eduport. Yes, Jessie Ravisade. നമ്മുടെ എക്സാം ഇവിടെ അടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ഓരോരോ ചിന്ത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതാണ്, ഏത് ചാപ്റ്ററിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നൊക്കെ ആയിരിക്കും അല്ലേ? യെസ്, അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാനാണ് മിസ് ഇതേ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് എക്സാം ആണെങ്കിൽ കൂടി നമ്മൾ പഠിച്ച് കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലേ? അതായത് നിങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ പഠിച്ച് എഴുതിയ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ അവരുടെ ധാരണയിൽ നമ്മൾ അതൊക്കെ പഠിച്ച് സെറ്റ് ആയതാണ്. പക്ഷേ എന്താണ്, നിങ്ങൾ ക്രിസ്മസ് പോർഷൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഓണം എക്സാമിൻ്റെയും കൂടി ഒന്ന് നിങ്ങൾ ഓർക്കണം എന്ന് കൂടിയാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. മെയിൻ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് പോർഷൻസ് ഏതൊക്കെയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം അല്ലേ. യെസ്, അപ്പോൾ നോക്കിക്കേടാ, ദോസ്തി വരെ സെറ്റാണ് നമ്മൾ ഓണം എക്സാമിന് പഠിച്ചതാണ് അല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹെ. ഓക്കെ, യെസ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ സപ്നെ കാ ഭി ഹക്ക് നഹീം. Then third chapter ഏതാണ്, മുർക്കി ഉർഫ് ബുലാഖി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. Then last chapter ഏതാണ്, യെസ്, ഹൈക്കോ. ഇവിടെ വരെയാണ് എന്താ നമ്മളുടെ ക്രിസ്മസ് പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഈ ഒരു ക്രിസ്മസ് പോർഷനിലുള്ള ഈ ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. ഈ ക്രിസ്മസ് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ. യെസ്, ഓണം എക്സാമിന് ഓൾറെഡി നമ്മൾ പഠിച്ച് എഴുതി കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ക്രിസ്മസ് പോർഷൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. നോക്കിക്കേടാ, യെസ്, നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് കഴിഞ്ഞ വർഷം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യെസ്, ദെൻ നെക്സ്റ്റ് ബേട്ടിക്ക് നാം പത്ര എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നും നോക്കിക്കേ 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അത് ക്രിസ്മസിന്റെ ഭാഗമല്ല, ഓണമാണ്, പക്ഷേ 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് ഭാരത് വാസിയോ വന്നിട്ടില്ല. ദെൻ നെക്സ്റ്റ് സുരിനാമെ പെഹ്ലാ ദിൻ 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മേരാലാൽ 6 മാർക്സ്. ദെൻ ദോസ്തി 4 മാർക്സ്. അപ്പോൾ ഇവിടെ വരെ എന്താണ്, ഓണം പോർഷൻസ് ആണ്, പക്ഷെ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹെ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ദെൻ സപ്നെ കാ ഭി ഹക്ക് നഹീം 9 മാർക്സ്. ദെൻ മുർക്കി ഉർഫ് ബുലാഖി 19 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ദെൻ ഹൈക്കുവിൽ നിന്നും 8 മാർക്സ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളുടെ എന്താണ് മാർക്കിന്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മുടെ ഹൈക്കു വരെ നമ്മൾ നിർബന്ധമായിട്ടും സെറ്റ് ആക്കണം എന്നുള്ളത് വളരെ വളരെ കൃത്യമായിട്ട് തന്നെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. യെസ്, അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ കുഞ്ഞു വീഡിയോസും ദെൻ ലൈവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തകർത്ത് എക്സാം എഴുതും. യെസ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. യെസ്, അപ്പം നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം ഹിന്ദി നമ്മൾ പൊളിക്കും. ഓക്കെ, ദെൻ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.